ശ്രുതി മീരേനെ വിളിച്ചിട്ടുണ്ടായ കാര്യങ്ങളെല്ലാം പറയാണ്. അപ്പൊ മീര പറയും, നിന്റെ തലയ്ക്ക് ചുറ്റും എന്നും പ്രശ്നങ്ങളാണല്ലോ, ഈ പ്രശ്നങ്ങളുടെ എല്ലാം മൂലകാരണം നീ തന്നെയാ എന്ന് പറയും. അപ്പൊ ശ്രുതി പറയും, അല്ല ഈ പ്രശ്നത്തിന്റെ കാരണം സച്ചി രേവതിയ, അവരാണ് ആ അമ്മേനെ ആദ്യം ഇവിടേക്ക് വിളിച്ചു കൊണ്ടുവന്നത്, എത്രയും പെട്ടെന്ന് വരാൻ ഇവിടുന്ന് മാറ്റിയില്ലെങ്കിൽ എനിക്കത് ഭയങ്കര പ്രശ്നമാവും എന്നൊക്കെ പറയും. അപ്പൊ മീര ചോദിക്കും, എങ്ങനെ മാറ്റാനാ, നിനക്ക് വല്ല പ്ലാൻ ഉണ്ടോ ചോദിക്കുമ്പോൾ ശ്രുതി പറയും, എനിക്കൊരു പ്ലാൻ ഉണ്ട്, പക്ഷെ അതിന് നീ എന്നെ സഹായിക്കണം എന്ന് പറയാണ്. എന്നിട്ട് മീരയ്ക്ക് എന്തോ ഒരു പ്ലാൻ ശ്രുതി പറഞ്ഞു കൊടുക്കുകയാണ്. ആ പ്ലാൻ പ്രകാരം മീര വേഗം തന്നെ രേവതിനെ വിളിക്കും. എന്നിട്ട് രേവതിയോട് പറയും, രേവതി എനിക്കൊരു 5 മുഴം മാലയും പിന്നെ കുറച്ച് 2 കിലോ പൂവും വേണം എന്ന് പറയട്ടോ. അപ്പൊ രേവതി പറയും, അയ്യോ ഞാനൊന്ന് ലീവാണ്, നീ വേറെ ആരെങ്കിലും വിളിച്ചിട്ട് ഒന്ന് ഏർപ്പാടാക്കിക്കോളൂ എന്ന് പറയട്ടോ. അപ്പൊ അയ്യോ അത് പറ്റില്ല, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണമാണ്, അപ്പൊ അവർക്ക് ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഞാനിത് ചോദിച്ചത്, അവർക്ക് നിന്റെ പൂ തന്നെ വേണമെന്ന് പറഞ്ഞു, നീ ഒരൊറ്റ ദിവസം കൊണ്ട് 500 മാലകളൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ വൈറലായതല്ലേ, നിന്റെ പൂമാലയ്ക്ക് ഭയങ്കര ഡിമാൻഡ് അല്ലേ എന്നൊക്കെ പറയും. അപ്പൊ രേവതി പറയും, നീ വല്ലാതെ തന്നെ സൂചിപ്പിക്കല്ലേ, ഇപ്പൊ എനിക്ക് എന്തായാലും പറ്റില്ല, എൻ്റെ ഒരു ആന്റിയും അവരുടെ മോനും ഇവിടെ വന്നിട്ടുണ്ട്, അപ്പൊ എനിക്ക് എന്തായാലും ഒന്ന് ലീവാണ് ഞാനെന്ന് പറയട്ടോ. അപ്പൊ മീര ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അവസാനം രേവതി പറയും, എന്നിവിടെ കുറച്ച് പൂമാലി ഇരിക്കുന്നുണ്ട്, അത് ഞാൻ നിനക്ക് തരാം, അത് വേറെ ഒരു പാർട്ടിക്ക് കൊടുക്കാനുള്ളതായിരുന്നു, നിനക്ക് കൊണ്ടുവന്ന് തരാം, നീ ഇവിടെ വന്ന് വാങ്ങിക്കോളാൻ പറയും. അപ്പൊ അയ്യോ അത് പറ്റില്ല, എനിക്കിവിടെ വർക്ക് ഉണ്ട്, നീ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് താഴെ എൻ്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് രേവതിയോട് പറയൂട്ടോ. അതിന് രേവതി ഓക്കെ പറയാണ്. എന്നിട്ട് സച്ചിയോട് നേരെ ചെന്നിട്ട് പറയാണ്, സച്ചിയേട്ടാ ഭക്ഷണമൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് എവിടേക്കെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പോകാൻ പാടുള്ളൂ എന്ന് പറയും. അപ്പൊ സച്ചി ചോദിക്കും, നീ ഇതെങ്ങടാ പോണേ ചോദിക്കുമ്പോൾ, എനിക്കൊരു ഓർഡർ ഉണ്ട്, ആ മീര ഇല്ലേ ചോദിക്കും. ഇപ്പൊ ഏത് മീര ചോദിക്കുമ്പോൾ, ശ്രുതിയുടെ ഫ്രണ്ട് മീര. ആ കുട്ടി ഇങ്ങനെ നിന്നെ വിളിച്ചിട്ട് പൂവ് ഓർഡർ ചെയ്യണേ, അവളും നീ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ചോദിക്കും. കണക്ഷൻ ഒന്നുമില്ല, ഇങ്ങനെ പൂവ് വേണ്ടിയിട്ട് വിളിച്ചതാ എന്നിങ്ങനെ പറയും. അതെ അവളൊക്കെ വിളിക്കുമ്പോഴത്തേന് നീ എന്തിനാ പോവാൻ നിൽക്കണേ, അവളെന്നൊന്നും വിശ്വസിക്കരുത്, ശ്രുതി ഒരു കേടിയാണ്, അതുപോലെ തന്നെയാണ് അവളെന്നെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയട്ടോ. അപ്പൊ ഒന്ന് പോയ സച്ചിയേട്ടാ, ഞാൻ ഇത് പോയി കൊണ്ടുകൊടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് രേവതി പോവാണ് കേട്ടോ. അങ്ങനെ ശ്രുതി മനസ്സിലിങ്ങനെ വിചാരിക്കും, ഇനി ബാക്കിയുള്ളവരെയും കൂടി വീട്ടിൽ നിന്ന് ഒഴിവാക്കണം, എന്നിട്ട് വേണം അമ്മേനെ ഇവിടുന്ന് മാറ്റാൻ എന്ന് വിചാരിക്കും. അങ്ങനെ വർഷം ചെറിയാന്നും ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സംസാരിക്കും. അപ്പൊ അവിടേക്ക് ശ്രുതി വന്നിട്ട്, നിങ്ങൾക്ക് പോവാറായി ചോദിക്കുമ്പോൾ, പോവാറാവണേ ഉള്ളൂ, ഞങ്ങൾ ഇന്ന് ഈ സമയത്താണ് പോവാന്ന് പറയട്ടോ. അപ്പൊ ശ്രുതി പറയും, കുറച്ചുകൂടി വൈകി കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്കൊക്കെ ആവും, അതുകൊണ്ട് നിങ്ങൾ വേഗം പോവാൻ നോക്ക് എന്നിങ്ങനെ പറയും. അപ്പൊ അവർ ഓക്കെ വേണ്ടിട്ട് അവർ പോവാണ്. അതുപോലെ ചന്ദ്രയോട് ചെന്നിട്ട് പറയും, ആന്റി എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അപ്പൊ എന്തായി ആ തള്ളിയും കുഞ്ഞും എവിടെ ചോദിക്കും. അത് അവരെന്റെ റൂമിലുണ്ട്, എനിക്ക് അവരുടെ നിൽക്കുകയെല്ലാം കണ്ടിട്ട് ഒരാഴ്ചത്തോളം എന്തായാലും ഇവിടെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നില്ല എന്നിങ്ങനെ പറയട്ടോ ശ്രുതി. അപ്പൊ തന്നെ ചന്ദ്ര, ഞാൻ അപ്പളേ പറഞ്ഞതല്ല അവറ്റൊന്നും വീട്ടിൽ കയറ്റരുതെന്ന്, അവർക്കൊക്കെ ഭക്ഷണം കയറ്റി കണ്ടു ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരിവിടെ നിന്ന് പോവില്ല എന്ന് എനിക്ക് ഉറപ്പാ എന്നൊക്കെ പറയും. ഞാനിന്ന് അവരാണ് ഇവിടുന്ന് പറഞ്ഞയച്ചു തരാന്ന് പറഞ്ഞിട്ട് ചന്ദ്രന്റെ പോവാൻ നിൽക്കുക. അപ്പൊ അയ്യോ അങ്ങനെയൊന്നും ചെയ്യരുത്, കാരണം ഇവരെ കൊണ്ടുവന്നിട്ടുള്ളത് സച്ചിയാ, ഇവരെന്ന് പറഞ്ഞ് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ സച്ചിയോട് അവർ പറഞ്ഞു കഴിഞ്ഞാൽ സച്ചി ചിലപ്പോൾ 1 മാസം വേണമെങ്കിൽ അവരെന്നെ ഇവിടെ പിടിച്ചു നിർത്തും എന്ന് പറയും. അപ്പൊ ചന്ദ്ര അത് ശരിയാന്ന് പറയും. അപ്പൊ വർഷ പറയും, ശ്രുതി പറയും, എനിക്ക് ഇവരെ പറഞ്ഞേക്കാൻ എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു കുടുംബക്കാർ വന്നാൽ അവരെ നമ്മൾ മൈൻഡ് ചെയ്യണില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് സ്വയം ഇൻസൾട്ടഡ് ആയ പോലെ തോന്നില്ലേ, അവരവിടെ നിന്ന് ഇറങ്ങിപ്പോവില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ചന്ദ്ര പറയും, ഇവരെ അങ്ങനെയൊന്നും പറഞ്ഞേക്കാൻ പറ്റില്ല, കാരണം ഇവർക്ക് എന്ത് ഇൻസൾട്ട് ആയാലും എന്താ, ഇവര് സുഖം കണ്ട് അവിടെ നിൽക്കുകയുള്ളൂ, ഒന്ന് പോയ ശ്രുതി എന്നൊക്കെ ഒന്ന് പറയും. അതല്ല ആന്റി, ഇപ്പൊ എന്തായാലും രേവതിയാണ് പുറത്തേക്ക് പോയി, സച്ചി ഇപ്പൊ പോവും, വർഷയും ശ്രീകാന്തും പോയി, ഇനി നമ്മൾ 3 പേരും എവിടെ ഉള്ളത്, നമ്മൾ എവിടേക്കെങ്കിലൊക്കെ പോകണം. അപ്പൊ ഇവര് മാത്രമേ ഈ വീട്ടിൽ ഒറ്റയ്ക്ക്, അപ്പൊ ഇവരെ നോക്കാൻ ആരുമില്ല, ഇവരെന്തോ പോലെ ട്രീറ്റ് ചെയ്യുന്നത് ഇഷ്ടപ്പെടാനിട്ട് അവരെന്തായാലും പോവും എന്ന് പറയും. പിന്നെ അങ്ങനെയൊക്കെ ഒന്നും പോവില്ല, അഥവാ ഇനിയിപ്പോ അങ്ങനെ ഉണ്ടായാൽ തന്നെ അവരിവിടുത്തെ വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനം എടുത്തിട്ടാവും പോവുക എന്നിങ്ങനെ പറയും. അവരത്ര പൊട്ട സ്ത്രീയൊന്നുമല്ല എന്നിങ്ങനെ പറയട്ടോ. അപ്പൊ നിനക്കെന്താ അവരെ മുൻപരിചയമുള്ള പോലെയാണല്ലോ ശ്രുതി സംസാരിക്കണേ ചോദിക്കുമ്പോൾ, അയ്യോ ആന്റി അങ്ങനെയല്ല, അവരെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്, ആന്റി എന്തായാലും പുറത്തേക്ക് പോവാൻ നോക്ക്, ഇവർ അഥവാ ഇനി നമ്മളെല്ലാവരും പോയിട്ട് ഇവർ പോയില്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് ഇവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പറഞ്ഞയച്ചോളാം, ആന്റി വരുമ്പോഴത്തേനും ഇവരെ ഞാൻ എന്തായാലും ഇവിടുന്ന് മാറ്റിയിരിക്കും എന്നിങ്ങനെ പറയട്ടോ. അപ്പൊ ചന്ദ്രവര, എന്നാൽ ഞാൻ പോയി ബാമയുടെ വീട്ടിലേക്ക് പോവാം, മറ്റാളെ രവിയേട്ടന് എന്തെങ്കിലും ആവശ്യത്തിന് പറഞ്ഞേക്കാന്ന് പറയുമ്പോൾ, അയ്യോ ബാമേന്റെ വീട്ടിലേക്കൊന്നും പോയിട്ട് കാര്യമില്ല, അത് പോയാൽ വേഗം വരേണ്ടി വരില്ലേ, എന്തായാലും ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ആന്റി തിരിച്ചു വരാൻ പാടുള്ളൂ എന്നൊക്കെ പറയും. എന്താ ശ്രുതി നീ പറയണേ, നീ പറഞ്ഞത് വല്ലതും നടക്കോ, ഞാൻ വരുമ്പോഴത്തേനും ഇവർ ഇവിടുന്ന് പോയിരിക്കണം, അല്ലെങ്കിൽ നിനക്കുള്ളത് ഞാൻ തരാം എന്നൊക്കെ തന്നെ പറയട്ടോ. അപ്പൊ ഓക്കെ ആന്റി, എന്തായാലും ഞാൻ അവരെ ഇവിടുന്ന് പറഞ്ഞേക്കും എന്ന് പറയാണ്. അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ.